ഹായ് ഫ്രണ്ട്സ്, റാൻസ്ലോൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ GT5 മോഡ് ആഡായിട്ടുണ്ട്. പിന്നെ ബഗ്ഗി കാറും വന്നിട്ടുണ്ട്. അത് നമ്മുടെ RGS മെനു എന്ന് പറഞ്ഞ പുതിയ വന്നിരിക്കുന്ന ആപ്പിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓരോ മാസം കൂടുന്നോറും പുതിയ അപ്ഡേറ്റ് വരും. അപ്പം നമ്മുടെ ഈ മാസത്തെ അപ്ഡേറ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ RGS മെനുവിൻ്റെ അകത്ത് ഫയൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് നമ്മുടെ ഈ മാസത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ബഗ്ഗി കാർ ഈ മാസത്തെ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് നമ്മുടെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ GT5 മോഡ് എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനിപ്പോൾ GT5 മോഡിൻ്റെ അകത്തായിരുന്നു നിന്നിരിക്കുന്നത്. കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്കൊന്ന്. ഇപ്പം ഞാൻ നേരെ ഇങ്ങനെ വീടിൻ്റെ ഇവിടെ വന്നു. ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ GT5.glb എന്ന ലിങ്ക് കിടക്കുന്ന കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക. അത് ഒരു കാര്യമുണ്ട്, 1.32 MB അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ നെറ്റ് വേണം. ഇപ്പം നെറ്റ് ഉണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ RGS മെനു എടുക്കുക. അതിൻ്റെ അകത്ത് ഇപ്പോൾ GT5.glb എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവത്തെ ഞെക്കുക. അവത്തെ ഞെക്കാന്നിടത്ത് എല്ലാവരും പെട്ടെന്ന് ഇതാവും, ഇതെന്താണ് വരാത്തതെന്ന് പറഞ്ഞ് എല്ലാവരും ഇതാവും. നിങ്ങൾ അവത്തെ ഒരു പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടങ്ങി നിൽക്കുക. ഒന്നേലും തൊടാതെ അടങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അത് സ്റ്റക്കാണ് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ GT4 മോഡിലോട്ടാണ് പോണത്. അത് നമുക്ക് ലോഡാകാനാണ് ടൈം വരുന്നത്. പിന്നെ ആ ബഗ്ഗി കാറെടുത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് ഇവിടെയൊക്കെ കറങ്ങിത്തരാം. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് ഒരു കാറും കൂടെ ആഡായിട്ടുണ്ട്. ആ കാറിൻ്റെ കോഡാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ കോഡാണ് 4000. പണ്ട് ഇതിൻ്റെ പേരാണ് മെക്ലാരൻ കാറ്. പണ്ട് ഈ കാറിൽ പോർഷെ ആയിരുന്നെന്ന് തോന്നുന്നു ഇവിടെ വന്നിരുന്നത്. ഇപ്പോൾ പോർഷയുടെ ലിങ്ക് RGS മെനുവിൻ്റെ അകത്താക്കി. ഇതിൻ്റെ കളർ നമുക്ക് മോഡിഫൈ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ വീലിൻ്റെ മോഡിഫൈ ആണ്. കാറിൻ്റെ മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ വീലിൻ്റെ സൈസും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കുന്നത്. ഇതേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. നമുക്കിനി ബഗ്ഗി കാറിൻ്റെ കാര്യം നോക്കാം. അത് നമ്മുടെ RGS മെനുവിൻ്റെ അകത്ത് വന്ന് കിടപ്പുണ്ട്. അത് ലിങ്കിൽ പിൻ ചെയ്താൽ മതി. റോയൽ എൻഫീൽഡ് ടക്ക് അങ്ങനെ കുറേ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിങ്ങനെ വന്ന് കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആരും നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വന്ന് കിടക്കുന്നത്. ഞാൻ ഈ ലിങ്ക് മൊത്തം പിന്നെ വെച്ചിരിക്കുന്ന മൈ ഫയൽ എന്ന ഓപ്ഷൻ്റെ അകത്താണ്. അതിൻ്റെ അകത്താണ് പിന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഇതെല്ലാം കാണിക്കും. നിങ്ങൾ കാണാൻ സാധിക്കും GT5.glb, Michael.glb, Promise Dancing Girl.glb എന്ന് കുറേ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് RGS മെനുവിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് ആ ഫയൽ പോലെ കിടക്കുന്ന സാധനത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബഗ്ഗി കാർ എടുക്കുന്ന കാണിച്ചു തരാം. അത് എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് കിടക്കും. ഇതാണ് ബഗ്ഗി കാർ. നിങ്ങൾ കാണാൻ സാധിക്കും തോന്നുന്നു. ഇതിൻ്റെ കളർ മാറാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കട്ടെ. ഞാൻ നോക്കില്ലായിരുന്നു. ഇല്ല, കളർ മാറ്റാൻ പറ്റില്ല. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. പിന്നെ പുറകിലൊരു NPC ക്യാരക്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് ബൈ.